ഹായ് കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും പെട്ടെന്ന് റെഡിയാക്കാം. അപ്പം ആദ്യം ചോറ് തന്നെ അടുപ്പയിലിട്ടേക്കാം. ഞാൻ അടുപ്പയിലാണ് ഇടുന്നത്. ഫസ്റ്റ് എനിക്കിത് തീ കത്തിക്കാനൊന്നും അത്ര വലിയ വശമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നന്നായിട്ട് തീ കത്തിക്കാനൊക്കെ അറിയാം. മിക്ക ദിവസങ്ങളിലും നന്നായിട്ട് തീ പിടിക്കും, ചില ദിവസങ്ങളിൽ മാത്രം പുകഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഏതായാലും നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ചോറ് അടുപ്പയിലിടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റേഷനരി ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീർന്നോളൂല്ലോ. പിന്നെ എനിക്ക് പൊതുവെ റേഷനരി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞങ്ങളെപ്പോഴും ഇപ്പോൾ റേഷനരി ചോറായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അന്നേരം മൂലം അതിൻ്റെ ഫാനായിട്ട് മാറിയിട്ടുണ്ട്. അരിയൊക്കെ കഴുകി അത് അടുപ്പയിലേക്ക് ഇട്ടു. അപ്പോൾ ഇന്ന് അയലമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറിന് അത് കറിയും വെക്കുക, അത് വറുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് പയറുണ്ട്, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് തോരൻ വെക്കണം. അപ്പം മീൻ കറിക്ക് വേണ്ടി തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വഴറ്റാൻ വേണ്ടി കുറച്ച് മീനെടുത്തിട്ട് കറി വെക്കാൻ വേണ്ടി പുളിയും ഉപ്പും ഇട്ട് ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് തിരുമ്മിയും വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആദ്യം നമുക്ക് മീൻ കറിക്കുള്ള മസാല റെഡിയാക്കാം. ചോറ് ആ സമയത്ത് അടുപ്പയിലായിക്കോളും. അപ്പോൾ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ ആ പൊടിയൊക്കെ മൂപ്പിക്കുവാണെങ്കിൽ ചട്ടിയിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് ചോറ് വാങ്ങുന്ന അടുപ്പിലേക്ക് തന്നെ വെക്കാമല്ലോ. എനിക്ക് ഈ എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഒട്ടും ക്ഷമയില്ല. എനിക്ക് അപ്പം തന്നെ കടുക് ഇടണം. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ കടുക് പൊട്ടില്ലല്ലോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് കടുക് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ആയിക്കോളുമല്ലോ. എണ്ണ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് എണ്ണ ഒഴിച്ചാൽ പിന്നെ പെട്ടെന്ന് കടുകിടാനുള്ള ധൃതിയാണ്. ഇന്നെന്തോ പെട്ടെന്ന് ഇതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ കുറച്ച് ഉലുവയും കൂടെ മീൻ കറിക്ക് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം കുറച്ച് ഉലുവയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടെ ഇട്ടിട്ട് മൂപ്പിക്കാമെന്ന് വിചാരിച്ച് അത് ഫസ്റ്റ് എടുത്ത് മൂപ്പിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളർ, ചെറിയൊരു ചുവപ്പ് നിറാകുമ്പോഴത്തേക്കും ബാക്കി തക്കാളിയും സവോളയും പച്ചമുളകൊക്കെ ഇട്ടതും കൂടെ ഇട്ട് വഴറ്റുക ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ എത്ര ഇതായിട്ടും മീൻ കറി വെക്കാന്ന് വെച്ചാൽ അത്ര എന്താ പറയുക, പണ്ട് എൻ്റെ വലിയമ്മച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു മീൻ കറിക്ക്. ഞാൻ എത്ര ആക്കാമെന്ന് വിചാരിച്ചാലും അതിൻ്റെ 7 അയലൊക്കത്ത് പോലും എത്തൂല. തക്കാളി സവോളയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒപ്പിച്ച് എടുക്കണം. ഇത് വീഡിയോയ്ക്കുള്ള കണ്ടൻ്റൊന്നുമില്ല, പിന്നെ ഒരു രസത്തിന് വേണ്ടി വീഡിയോ എടുത്തതാ. ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ നോക്കും കൊച്ചു ഉറങ്ങുക, എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്. അപ്പോൾ ഒത്തിരി ഇടാനും പറ്റില്ല. അപ്പം ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ കറി എരിഞ്ഞിട്ട് കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത്, അപ്പം പിന്നെ കറിക്ക് നല്ല കളറൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതെല്ലാത്തിൻ്റെയും കൂടെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കും. ചിലവരൊക്കെ ഒരുപാട് നേരം മൂപ്പിക്കും, ഭയങ്കരമായിട്ട് ബ്രൗണിഷ് കളറാവുന്ന. ഞാൻ അത്ര മൂപ്പിക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളറ് മാറി ജസ്റ്റ് ഈ പരുവൊക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കി ഇതാക്കുക ചെയ്യാം. അങ്ങനെ മീൻ കറിക്കുള്ള മസാല റെഡിയായി. ഇനി ഇത് കറി വെക്കാനുള്ളതിലേക്ക് ആഡ് ചെയ്തു. പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം.
ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കറി തിളച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ നേരത്ത് അന്നേരം ആഡ് ചെയ്യും. ഉപ്പ് കല്ല് ഓൾറെഡി ഇട്ടതാണല്ലോ. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പം നോക്കിയാൽ നല്ല രസമില്ലേ കാണാൻ? കറി ആവുന്നതിനേക്കാൾ രസമുണ്ട് കറി ആവുന്നതിന് മുമ്പുള്ള. അപ്പോഴത്തേക്കും തന്നെ ചോറ് വാർത്തു വെന്തു. പിന്നെ അത് അടുപ്പയിൽ വെച്ചു. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചേക്കാം. അടുപ്പിൽ നല്ല ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറി ആയിക്കോളും. കറിയായി. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എനിക്ക് പച്ച വെളിച്ചെണ്ണയുടെ ചുവ ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിക്ക്. പിന്നെ ബാക്കി മീനെടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ മീൻ വറുത്തിട്ട് മറിക്കുമ്പം എല്ലാം പൊട്ടിപ്പോവായിരുന്നു. ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോറായി. റേഷനരി ചോറും പയർ തോരനും മീൻ കറിയുണ്ട്. മീൻ വറുത്തത് എടുത്തില്ല, മീൻ കറി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മീൻ വറുത്തെടുത്തില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.